ഞാൻ ശരിക്കും ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ആരാധകനാണ്. ഞങ്ങളിവിടെ പറയാറുണ്ട് ഇവള് കൊള്ളല്ലേ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ കാണുന്ന ഒരു ആങ്കറാണ്. അപ്പോൾ അതിനകത്ത് ചില തമാശകളൊക്കെ പറഞ്ഞിട്ട് പിഷാരടി എന്ന് തല്ലു വാങ്ങിക്കാറുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ശരിക്കും പിഷാരടി അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രസൻസ് ഉണ്ട്, മൊത്തത്തിൽ എല്ലാവരെയും അങ്ങനെ ഒരു വൈബിലേക്ക് കൊണ്ടുവരും. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു കോമഡി പ്രോഗ്രാമാണ്. കോമഡി പ്രോഗ്രാമിന്റെ ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ചിരിക്കുമ്പോഴും ഓരോ തമാശകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സൊന്ന് ലൈറ്റ് ആകും. അപ്പം ഒരു ജോലിയായിട്ട് തോന്നത്തില്ല, നമ്മൾ അതുമായിട്ട് അങ്ങ് ബ്ലെൻഡായി അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. പിന്നെ ചേട്ടൻ ഭയങ്കര രസമാണ്. അത് അവിടെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അടുത്ത മൊത്തത്തിലുള്ളൊരു പറഞ്ഞ അന്തരീക്ഷവും വൈബും ഒക്കെ മാറും. എനിക്കും പേഴ്സണലി ഭയങ്കര ഒരു അടുപ്പമുള്ളൊരു പ്രോഗ്രാമാണ്. ചില സ്കിറ്റുകളിലൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ രസമുള്ള പരിപാടിയാണ്. അതെ അതെ അതെ, പെട്ടെന്നായിരിക്കുമല്ലോ ചെയ്യുന്നത്, ഇൻസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഓൺ ദ സ്പോട്ട് ഓരോന്ന് കിട്ടുന്നത് പെർഫോം ചെയ്യാനും സ്കിറ്റ് ചെയ്യാനൊക്കെ അവസരം കിട്ടിയത് എനിക്ക് സ്റ്റാർ മാജിക്കിലാണ്. ആ ഷോയിലാണ് ഈ പറഞ്ഞ പോലെ കോമഡി പ്രോഗ്രാമാണ്. പെട്ടെന്ന് സ്കിറ്റ് ചെയ്യാനും അതിൻ്റെ മറ്റൊരു രസമുള്ളൊരു മറ്റൊരു പ്രോഗ്രാമാണത്. പഞ്ചമണ ടൈമിൽ ഫുള്ളി ഒരു സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സുധീർ ആദ്യം വന്നിട്ട് പിന്നീട് കുറച്ചുകൂടെ ഡെവലപ്പ് ആയി. സുധീറേട്ടൻ അത് ശരിയാണ്. സുധീറേട്ടൻ്റെ കുറേ സെഗ്മെന്റും സെഷനൊക്കെ ഈ പറഞ്ഞതുപോലെ ഓൺ ദ സ്പോട്ടായിട്ട് ചേട്ടൻ ഓരോ പാട്ടുകളാണല്ലോ, പാട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു സ്കിറ്റും കാര്യങ്ങളും അത് ബേസ് ചെയ്ത് കുറച്ച് തമാശകളൊക്കെ ഓൺ ദ സ്പോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനിങ്ങനെ റിയാക്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്തൊക്കെ നിൽക്കുന്നത് അത് ഒരു ഭയങ്കര വേറെ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉള്ളത് ശരിക്കും ഷോർട്ട് ഫിലിംസിനാണ്. അതായത് കുറേ ഷോർട്ട് ഫിലിംസ് ഡയാന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസിന്റെ ഒരു ഹീറോയിൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയാന. കുറേ പടങ്ങളിലുണ്ട്. അതെ, അതായത് ഞാൻ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ചെയ്തപ്പോൾ നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 5, 6, 7 ഷോർട്ട് മൂവീസ്, വളരെ ഷോർട്ടായിട്ടുള്ള ഒരു 5, 6, 7, 10 മിനിറ്റ് മാക്സിമം, 10 മിനിറ്റ് ഒന്നും പോയതില്ലായിരുന്നില്ല. അങ്ങനെ ഒത്തിരി നമ്പർ ഓഫ് മൂവീസ് ചെയ്തു പോയി. അത് റിലീസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ചെയ്തൊരു ഫീല്. ഞാൻ അങ്ങനെ അവരുമായിട്ടൊരു 3-4 ഷെഡ്യൂളിൽ ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ആ നമ്പർ എടുത്തപ്പോഴത്തേക്കും ഒത്തിരി ഷോർട്ട് മൂവീസായി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ പോലെ അതിനേക്കാളും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക് കണ്ടന്റ്സിനാണല്ലോ. അപ്പൊ അവിടെ നമ്മളെ ആൾക്കാർ നമ്മളെ കാണണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചതിനെ കുറച്ച് ഷോർട്ട് മൂവീസ് ഒക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്യാം. അങ്ങനെ ചെയ്തതാണ്. ആങ്കറിംഗ് എന്ന് പറയുന്നത് തന്നെ പുതിയൊരു ജോണറിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ തുടങ്ങുന്നത് വേറൊരു അവസ്ഥയില്ല. ഇപ്പൊ കൗമുദിയിൽ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആങ്കറിംഗ് അല്ലല്ലോ. അല്ലല്ല, കാലത്തിനൊത്ത് പ്രസന്റേഷൻ സ്റ്റൈലും ഒക്കെ നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും അവരുടേതായ തനതായ ഒരു ശൈലി ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, പുതിയ രീതിയിലുള്ള, പുതിയ ടൈപ്പിലുള്ള, പുതിയൊരു എനർജി ലെവലുള്ള ആങ്കറിങ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതിനെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ചേഞ്ച്. പണ്ടത്തെയും കാലം ഇപ്പോഴത്തെ ആങ്കറിങ് സ്റ്റൈലിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പുതിയ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്, മേഖലയിൽ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, സിനിമയിലെ ഗാംബ്ലർ അല്ലേ ഫസ്റ്റ് മൂവി ഗാംബ്ലറാണ്. കൗമുദിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ ക്രൂ, അതായത് ഡയറക്ഷൻ ടീം, ക്യാമറ, എഡിറ്റേഴ്സ്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു മ്യൂസിക് വീഡിയോ ചെയ്തു. വേണി എന്ന് പറയുന്ന തമിഴ് മ്യൂസിക് വീഡിയോ. അപ്പോൾ അതിൽ എൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇപ്പം പ്രേമലുവിൽ ശ്യാം മോഹനാണ് എൻ്റെ പേരായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് സ്മ്യൂളിലൊക്കെ വളരെയധികം പോപ്പുലറായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പാടും അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആ മ്യൂസിക് വീഡിയോ ആ സമയത്ത് ചെറിയ രീതിയിലൊന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പം ആ മ്യൂസിക് വീഡിയോ കണ്ടിട്ടാണ് സിനിമയുടെ സംവിധായകൻ ടോം ഇമ്മട്ടി എന്നെ ആ ചിത്രത്തിലേക്ക് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി വളരെ ഹിറ്റായിരുന്നു. അത് ഒരു മെക്സിക്കൻ അപാരത. ടൊവിനോ തോമസ്, അദ്ദേഹത്തിന്റെ പോലും കരിയറിലെ ഒരു വലിയൊരു ഹിറ്റ് അല്ലെങ്കിൽ വഴിത്തിര വരുന്ന മൂവിയായിരുന്നു മെക്സിക്കൻ അപാരത. പിന്നീട് എടുത്ത മൂവിയാണ് ഗാംബ്ലർ. ആൻസൺ മോളുടെ പേരായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഒരു കുടുംബചിത്രമായിരുന്നു, പക്ഷെ അത്രയ്ക്ക് ഇങ്ങ് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ എനിക്കൊരു നല്ല എൻട്രി ആയിരുന്നു. റിലീസിനായിട്ട് ഒത്തിരി ചിത്രങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെരി റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന ദിവസം റിലീസായത് മനോരമ മാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സോൾ സ്റ്റോറീസ് എന്നൊരു വെബ് സീരീസ്. അതിൽ സുഹാസിനി മാമിന്റെ ഒരു കഥയുണ്ട്. അനാർക്കലി മരക്കാർ, രഞ്ജി പണിക്കർ, നിംന ഫത്തോമി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വളരെയധികം ഫേമസ് ആണ്, പോപ്പുലറാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ദർ ഈസ് വഫ ഖദീജ, സ്മിനു ചേച്ചി, ഇവരെല്ലാവരും ഉള്ള ഒരു വെബ് സീരീസ്.
അപ്പോൾ അതിലൊരു നീരിൽ വീഴും പൂക്കൾ എന്ന് പറഞ്ഞ വെബ് സീരീസ് ആണ് എൻ്റെയും, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന കുട്ടിയുടെ പേര് ഗോപിക. ഞങ്ങളുടെ ഒരു കഥ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ അതിന്റെ ജസ്റ്റ് ഒരു ട്രെയിലർ കണ്ടു. നിങ്ങളുടെ കഥ അത്യാവശ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് പോകുന്ന തരത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഇന്റിമേറ്റ് സീൻസും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്താ അതിന്റെ ഒരു പ്ലോട്ട് അങ്ങനെ തന്നെയാണോ? അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രം പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അത് ഗോപിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്ന കഥകളാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു വളരെ മനോഹരമായൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്, ഒരു പ്രണയകഥയാണ്. പ്രണയം രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയമാണെന്നേ ഉള്ളൂ, അതാണ് വ്യത്യാസം. സനിൽ സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് വെബ് സീരീസ്. അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളാണ് ഇതിനോടകം കിട്ടുന്നത്. എത്രത്തോളം ഇത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ബ്യൂട്ടിഫുൾ സ്റ്റോറി ആക്ച്വലി. അങ്ങനെ ഒരു ഏകദേശം 5 സ്റ്റോറികളോളം വരുന്ന ഒരു വെബ് സീരീസ് ആണ്. ഒരു എനിക്ക് ഔട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഡബിങ്ങിന് പോയപ്പോഴത്തേക്കും കണ്ടു. നമുക്ക് സ്ക്രീനിങ് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് അമൃതറ്റിയുടെ ഷൂട്ടുള്ളത് കാരണം പോകാൻ സാധിച്ചില്ല. പക്ഷേ സ്ക്രീനിങ്ങിൽ കണ്ടവർ ഓക്കെ, അഭിപ്രായം മോശം അഭിപ്രായമല്ല, കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇപ്പതേ മാക്സിലുണ്ട്. ബാക്കി സ്റ്റോറീസിനെ കുറിച്ചൊക്കെ എന്താ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പിന്നെ ഗംഭീരമായിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് കമ്മ്യൂണിറ്റി, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുള്ള സ്റ്റോറിയാണ്. അതിനകത്ത് സംഭവിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റോറീസ്. ഇപ്പോൾ സുഹാസിനി മാമിൻ്റെ സ്റ്റോറി പറയുവാണെങ്കിൽ, അവർക്ക് ചെറിയ വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ്. അവർക്ക് ഡാൻസ് പഠിക്കാൻ സാധിച്ചിട്ടില്ല പല പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അവരുടെ ഒരു 50-ാമത്തെ വയസ്സിൽ അവർ നൃത്തം പഠിക്കുന്നതും ആണ് ഒരു കഥ. അതെ. പിന്നെ അതുപോലെ രഞ്ജി പണിക്കർ നിമ്നയുടെ സ്റ്റോറിയും. സ്കൂളിലൊരു റെബലീസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടി നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ ഗോപികയുടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഗോപിക ഗോപിക ആദ്യം കാണട്ടെ. ഹലോ സർ, സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. സാർ എവിടെയാണ് ഇപ്പോ? ഷൂട്ടായിരിക്കും അല്ലേ? പിന്നെ സുഖം. എന്തുണ്ട്? ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആരെങ്കിലും വരുന്നുണ്ട്. അത് ശരി. ഓക്കെ. കണ്ടോ? ഗോപി കണ്ടായിരുന്നോ? കണ്ടിരുന്നോ? പ്രിവ്യൂ കണ്ടായിരുന്നല്ലോ. യെസ്, ഉണ്ടായിരുന്നു. പ്രിവ്യൂന് ഗോപിക ഉണ്ടായിരുന്നു. ഹായ് ഗോപിക. രജനീഷ് എന്നാ പേര്. എന്തൊക്കെയാണ് വരുന്ന റെസ്പോൺസ്? എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാ പറയണേ? റെസ്പോൺസ് എസ്പെഷ്യലി ഈ ഒരു ടെമ്പിനെ കുറിച്ചാണ് കൂടുതലും റെസ്പോൺസുകൾ വന്നിട്ടുള്ളത്. അതായത് ഫുൾ ഓഫ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. രണ്ടുപേരും എന്ത് അടിപൊളിയായിട്ട് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെയ്തു. അവസാനമൊക്കെ പോകുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഒരു മനസ്സിൽ തട്ടി. ഞാൻ അങ്ങനെയൊക്കെ തോന്നിയത്. ഗോപിക നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ് കേട്ടോ. തിരുവനന്തപുരത്തുകാരിയാണ്. അതെ അതെ അതെ. ഞാനും ഡയനയൊക്കെ തിരുവനന്തപുരത്തുകാരാ, അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞത്. ഗോപിക വേറെ ഏതൊക്കെ വർക്ക് ചെയ്തേക്കണേ ഇപ്പോ? ഞാന് കൂടുതലും ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തു. ഷോർട്ട് ഫിലിംസിന്റെ റാണിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി ഷോർട്ട് ഫിലിംസ് റീസെന്റ് അതിന് ചെയ്തു. തമിഴിന്റെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തു, തെലുങ്കിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു വർക്ക് ദിവാലി ക്യാമ്പയിൻ. അല്ല, കുട്ടിയുടെ അടുത്ത് വിശേഷം പറഞ്ഞില്ല. ആരൊക്കെയാ വിളിച്ചതെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ തിരിച്ചു വെച്ചത്. ആരൊക്കെയാ വിളിച്ചതെന്ന് ഡയാനയോട് പറഞ്ഞോളൂ. മെസ്സേജ് ആണ്, ഇൻസ്റ്റയിലാണ്. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓഫീസിലൊക്കെയാണ്. ആക്ച്വലി എല്ലാരും കണ്ടുവരുന്നതേ ഉള്ളൂ. നമുക്ക് മനോരമ മാക്സ് ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തല്ലേ എന്നാലും കാണാൻ പറ്റത്തുള്ളൂ. സോ എല്ലാരും ആ ഒരു പ്രോസസ്സിലൊക്കെയാണ്. യൂട്യൂബിൽ റിലീസ് ആവോ? അത് എന്നോട് ചോദിച്ചായിരുന്നു. എടുക്കണോ? യെസ്, അതെ അതെ. ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ വരുമെന്ന് ചോദിച്ചായിരുന്നു. പറഞ്ഞു ഇല്ല, മനോരമ മാക്സിലേ വരത്തുള്ളൂ. യൂട്യൂബില്ല, മനോരമ മാക്സ്. അതെ 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 അതെ. ഓക്കെ. എങ്ങനെ ഷൂട്ടിലാണോടാ? ഇല്ല, നാളെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ കൂടുതൽ റെസ്പോൺസ് ഞാനും കണ്ടിട്ടില്ല. കണ്ടതിന് ശേഷം റെസ്പോൺസ് പറയാം. കഥകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഡയന പറഞ്ഞുകൊണ്ടിരിക്കും.